നമ്മളെ തേനീച്ച കൂടെ എടുക്കണം കേട്ടാ. ഫുള്ള് തേനാണ് ഇനി. ഇങ്ങോട്ടൊക്കെ വരും. എന്തുകൊണ്ടാണ് അപ്പൊ അവരെ കൂട് നശിപ്പിക്കണം മനസ്സിലായിട്ട് അത് ആക്രമിക്കാത്തപ്പോ? വേദന ആക്കണില്ലല്ലോ നമ്മൾ. പതുക്കെ എടുത്ത് വേദന ആക്കിയാലേ പ്രശ്നമുള്ളൂ. ആ ആ കുത്തുമ്പോ നമ്മള് കൈയൊന്നും കുടയൊന്നും ചെയ്യരുതല്ലേ? ആർക്കും ചെയ്യാം. കഴിഞ്ഞ കൂടെ നിൽക്കൊരു 10 കുത്തി. കുത്തിയില്ല. തേനീച്ച പാറി ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ. നമ്മള് കൈ കുട്ടിയാളാ തേനില്ല. ഞങ്ങൾക്ക് ഒരുപാട് എടുത്തു വരികയാണ്. അതെ, ഒഴിവായിക്കളോ ആ അവർക്ക് ഒഴിവായി കിട്ടല്ലേ വേണ്ട. ഇല്ല, തേനില്ലല്ലേ? തേനീച്ച കൂടെ എടുക്കാനുള്ള ടെക്നിക്കുകൾ പഠിച്ചു കേട്ടോ. ആ വീട്ടെടുത്തിട്ടെ ആ മേലെ നടുവിൽ ആ മഞ്ഞ കാണുന്നു, അത് തേനല്ല, അതിന് കുട്ടികളില്ലേ. നമ്മള് തേനീച്ചനെ പാട്ടി പൈപ്പിക്കാണ്. ഇവിടെ എപ്പോഴും എല്ലാ കൊല്ലം ഉണ്ടാവും. ഉണ്ടല്ലോ അല്ലേ? ഇന്നാണ് കേട്ടോ ആ ഒരു അറിവ് കിട്ടിയത്. ആട്ടരുത് മൂപ്പര് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടിട്ടുമ്പോ അതൊന്നും ശ്രദ്ധിക്കൂല. ഇങ്ങോട്ടൊക്കെ വരും. എന്തുകൊണ്ടാണ് അപ്പൊ അവരെ കൂട് നശിപ്പിക്കണം മനസ്സിലായിട്ട് അത് ആക്രമിക്കാത്തപ്പോ? വേദന ആക്കണില്ലല്ലോ നമ്മൾ. പതുക്കെ എടുത്ത് വേദന ആക്കിയാലേ പ്രശ്നമുള്ളൂ. ആ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണണേ. വേദന ആക്കിയാലേ ഒരു നമ്മളെ തേനീച്ചയാണ് ഈ പാറിനത്. കണ്ടോ, കംപ്ലീറ്റ് തേനീച്ച പാറിന്. നമ്മളാ തേനീച്ചനെ നോവിക്കാണ്ട് പതുക്കെ എടുത്ത് പുറത്ത് കളഞ്ഞ് ഒഴിവാക്കുകയാണ്. അതാ ഫാമിലി അങ്ങനെ പോകണ്ടവർക്ക് പണിയൊന്നുമില്ലല്ലോ. അത് അതിന് പോകുന്നുണ്ട്. ആ പുറത്ത് തേനീച്ച ഗ്ലാസ് പൊക്കി വെച്ചോളൂ കേട്ടോ. അതെ, ആ കുത്തിട്ടോ നോട്ടെ, കുത്തിട്ടടല്ലോ നോട്ടെ. നമുക്ക് പേടിയില്ല, ആദ്യമായിട്ടായ കാരണം പേടിയില്ലല്ലേ? ഇങ്ങനെയാണ് തേനീച്ചയുടെ കൂടുതൽ എടുത്ത് തേനീച്ചൻ്റെ അടുത്ത് ഇങ്ങനെ പറപ്പിക്കുക. ആന്ന് തേനീച്ചനെ നോയിക്കാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫ്ലെക്സുമോ വന്നിരിക്കും അല്ലേ? നേരെ കൊടുക്കുമ്പോ അല്ലേ? ഇതിൻ്റെ ഒരു റാണി മെയിൻ ഉണ്ടാവില്ലേ? അതിന് കണ്ടാൽ മനസ്സിലാവും. അതിൽ പോയാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? റാണീനെ പ്രൊട്ടക്ട് ചെയ്യും അല്ലേ? ഇയോടോ അവൻ്റെ ഐഡിയ. എന്താ പേര്? ബിഷർ. എൻ്റെ റൈസോ? കൈസ്. ആ
ഇല്ല അവിടെ നാലാം ചെറിയ പരിപാടിയായിട്ട് ഇതാണ് നമുക്ക് കിട്ടിയപ്പോ തേന്. ഇതാണ് അവിടുത്തെ ഫുള്ള്. ബാക്കി തേനുണ്ടായിരുന്നില്ലല്ലേ? ആ ഇതാണ് കിട്ടിയ തേൻ. തേനീച്ചയുടെ കുട്ടിയാണ് കേട്ടത്. ചിലവരതൊന്ന് കുത്തി കഴിഞ്ഞാൽ ആകെ വീർക്കുമല്ലേ. വിരിച്ചിറങ്ങിയത് ഇപ്പൊ വിരിച്ചിറങ്ങിയത്. ഇത് കുറച്ച് ഏതായാലും ചവിടി ഇല്ലല്ലേ ക്ഷീണിച്ചില്ലേ? ക്ഷീണിച്ചിട്ട് മറ്റേക്ക് നിങ്ങളിപ്പോ അവിടെ പോയി നിന്നിട്ട് എന്തേലും കുത്തിയാ ആ കുത്തുമ്പോ നമ്മള് കൈയൊന്നും കുടയൊന്നും ചെയ്യരുതല്ലേ? ആർക്കും ചെയ്യാം. കഴിഞ്ഞ കൂടെ നിൽക്കൊരു 10 കുത്തി ഓനെ വയറ് വെച്ച് കുത്തി ഇന്നെ കുത്തിയില്ല. കാണേ തേന് ഇങ്ങനെ നിങ്ങളെ ആവശ്യത്തിന് എടുക്കണതാ വിൽക്കണ? ഇതിപ്പോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരി വെക്കാൻ തേക്കില്ല. ഞങ്ങൾ ഈ സീസണിൽ ഇങ്ങനെ എവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴേ, അല്ലാണ്ട് അങ്ങനെ അതിന് സ്ഥിരമായിട്ട് നടക്കുന്നവരല്ല. ഈ ടൈമിൽ എവിടെയൊക്കെ വല്ല പൊച്ചിലോ വടയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിരിക്കുന്നല്ലാണ്ട് പോവാ. കുറെ കുട്ടികളൊന്നും പാറാൻ വയ്യാത്തൊക്കെ ഇപ്പൊ വിരിച്ചിറങ്ങിയിട്ടുള്ളൂ. ഒഴിച്ച് കുടിക്കാനുള്ള തേനാണ് ഇപ്പൊ ശരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് എടുക്കാനുള്ള തേനായിട്ടില്ല, നമുക്ക് എടുക്കാനുള്ള സീരീസ് ആവുന്നുള്ളൂ. അത് ലാസ്റ്റ് ടൈം അല്ലേ? പിന്നെ അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിർത്തിപ്പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വരണമല്ലോ. എന്നാ പോവാ, എന്നാ ചാനും വണ്ടി എടുക്കാം. നോക്കേ.